കോട്ടയം തിരുനക്കര മൈതാനത്ത് ആളുമാരവുമെല്ലാം നിറഞ്ഞൊരു ദിനം. അച്ഛൻ ടി പി ദാമോദരന്റെ കൈകൾ പിടിച്ച് മൈതാനത്തെത്തിയതായിരുന്നു ഒരു പെൺകുട്ടി. ഇരുവരെയും ഉദ്ദേശം MS സുബ്ബലക്ഷ്മിയുടെ സംഗീത പരിപാടി ആസ്വദിക്കുക എന്നതായിരുന്നു. ആസ്വദിക്കുക മാത്രമല്ല, സുബ്ബലക്ഷ്മിയുടെ ശബ്ദവും സംഗീതത്തിന്റെ ഒഴുക്കും എല്ലാം ആ പെൺകുട്ടിയുടെ മനസ്സിൽ പതിഞ്ഞെന്ന് പറയാം. സംഗീതത്തോടുള്ള ആദ്യ കൊതി പൊന്നമ്മയ്ക്കുണ്ടായത് അന്നായിരുന്നില്ല. ഇതിനൊക്കെ മുമ്പ് അച്ഛനൊപ്പം കച്ചേരി കാണാൻ പോയ മറ്റൊരാളിൽ നിന്ന് ഹാർമോണിയം വേണമെന്ന് വാശി പിടിച്ച പൊന്നമ്മയുണ്ടായിരുന്നു. അന്ന് ടി പി ദാമോദരന് അത് വാങ്ങിക്കൊടുക്കാനായില്ല. പക്ഷേ പിന്നീട് മകളുടെ ആഗ്രഹം അയാൾ സാധിച്ചു കൊടുത്തു. മുഖത്ത് ചായപ്പൊടികൾ തൊടും മുന്നേ സംഗീതമായിരുന്നു പൊന്നമ്മയ്ക്കെല്ലാം ലക്ഷ്യം. സുബ്ബലക്ഷ്മിയുടെ പാതയും. 5-ാം വയസ്സിലാണ് പൊന്നമ്മ സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. പിന്നീട് LPR വർമ്മയുടെ കീഴിൽ കുറച്ചുകാലം വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയുടെ കീഴിൽ തേച്ചും മിനുക്കിയും എടുത്ത ശബ്ദം. സുബ്ബലക്ഷ്മിയുടെ ജീവിതം സ്വപ്നം കണ്ട പൊന്നമ്മയുടെ ആദ്യ ചുവട് അന്നത്തെ പ്രമുഖ നാടക കമ്പനിയായ പ്രതിഭ ആർട്സിലൂടെയായിരുന്നു. ദേവരാജൻ മാഷും തോപ്പിൽ ഫാസിയും കൈപിടിച്ചുയർത്തിയ നാടക ജീവിതമായിരുന്നു പൊന്നമ്മയുടേത്. 14-ാം വയസ്സിൽ ആദ്യ ഗാനം തോപ്പിൽ ഫാസി സംവിധാനം ചെയ്ത KPCയുടെ മൂലധനം എന്ന നാടകത്തിൽ പാടാനെത്തിയ ദിനമാണ് പൊന്നമ്മയുടെ സംഗീത ജീവിതം അഭിനയ ജീവിതത്തിലേക്ക് വഴിതിരിച്ചുവിട്ടത്. അന്ന് നാടകത്തിൽ അഭിനയിക്കാനുള്ള നടിയുടെ അഭാവത്തിലാണ് പൊന്നമ്മ ആദ്യമായി തട്ടയിൽ കയറുന്നത്. അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കരഞ്ഞിരുന്നു പൊന്നമ്മ. പക്ഷേ തോപ്പിൽ ഫാസിയുടെ ഇടപെടലിൽ പൊന്നമ്മയുടെ മുഖത്ത് ആദ്യമായി ചായം തൊട്ടു. പക്ഷേ അഭിനയത്തിൽ ഒതുക്കപ്പെട്ടിരുന്നില്ല ആദ്യകാലം. തീർത്ഥയാത്ര എന്ന സിനിമയിലെ അംബികേ ജഗദംബികേ എന്ന ഭക്തിഗാനമാണ് കവിയൂർ പൊന്നമ്മയുടെ ആദ്യ സിനിമാ ഗാനം. നാടകത്തിലെ സിനിമയിലുമായി 12ഓളം ഗാനങ്ങൾ പാടി. കാളിദാസ കലാകേന്ദ്രത്തിൽ പൊന്നമ്മ പാടിയ പൂക്കാര പൂക്കാര എന്ന പാട്ട് ഏറെ ജനപ്രിയമായിരുന്നു. ജനനി, ജന്മഭൂമി, അൾത്താര എന്നീ നാടകങ്ങളിലും പാടുകയും അഭിനയിക്കുകയും ചെയ്തു. 7-ാം വയസ്സിൽ മണ്ടോദരയിൽ തുടങ്ങിയാണ്. ആദ്യ ടേക്കിൽ തന്നെ GK രാമു എന്ന സംവിധായകൻ പൊന്നമ്മയുടെ ഭാവങ്ങളിൽ തൃപ്തനായിരുന്നു. അവിടെ ജനിച്ചു പൊന്നമ്മ എന്ന അഭിനേത്രി. പിന്നീട് മലയാള സിനിമയിൽ പൊന്നമ്മയ്ക്കായി തന്നെ കഥാപാത്രങ്ങൾ ജനിക്കുകയുണ്ടായിരുന്നു. അനശ്വരമായ എത്ര കഥാപാത്രങ്ങൾ. വാത്സല്യം, തനിയാവർത്തനവും, ഹിസ് ഹൈനസ് അബ്ദുള്ളയും, കിരീടവും, തേന്മാവിൻ കൊമ്പത്തും, വടക്കുന്നാഥനുമൊക്കെ മലയാളിക്ക് സമ്മാനിച്ചത് അവർക്ക് ചുറ്റുമുള്ള അമ്മമാര് തന്നെയായിരുന്നു. സംഗീതത്തോടുള്ള പ്രണയം അഭിനയത്തോടുള്ള അഭിനിവേശമായി മാറുകയായിരുന്നെന്നും പറയാം. തമിഴ് സൂപ്പർ സ്റ്റാർ ആയിരുന്ന ശിവാജി ഗണേശന് പോലും ഡേറ്റ് നൽകാനാവില്ലാത്തൊരു കാലമുണ്ടായിരുന്നു പൊന്നമ്മയ്ക്ക്. സുബ്ബലക്ഷ്മിയാകാൻ കൊതിച്ച കൗമാരക്കാരിയുടെ അഭിനയം കണ്ട് കൊതിച്ചും കണ്ണീരണിഞ്ഞും ചിരിച്ചും മലയാളി എത്ര തവണ തിയേറ്റർ വാതിലുകൾ തുറന്നിറങ്ങിയിരിക്കുന്നു. ഇനി അങ്ങനെ ഒരു നിമിഷമില്ലെന്ന യാഥാർത്ഥ്യം അതേ മലയാളിയെ തേടിയെത്തിയിരിക്കുന്നു. വട്ടപ്പൊട്ടും നിറപുഞ്ചിരിയുമായൊരു പൊന്നമ്മക്കാലം അവസാനിച്ചിരിക്കുന്നു.